വെൽക്കം ടു സ്കോർ അക്കാഡമി. ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഡേറ്റ് കേരള PSC പബ്ലിഷ് ചെയ്തു. 2025 ഓഗസ്റ്റ് 29 എക്സാം. ഇതേ തുടർന്ന് ഈ എക്സാമിനുള്ള സിലബസും PSC പബ്ലിഷ് ചെയ്തു. ഈ സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സിലബസിൽ നിന്നും ചില മൈനർ അപ്ഡേഷൻസോട് കൂടിയാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സിലബസിലുള്ള നോൺ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കോർ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ വെയിറ്റേജ് കൂട്ടിക്കൊണ്ടുള്ള ഒരു സിലബസാണ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിലബസിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സിലബസ് തന്നെയാണ്. അതിനകത്തു നിന്നുള്ള നോൺ ഇലക്ട്രോണിക് സബ്ജക്റ്റുകളായ മാത്സ്, ബേസിക് ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ പോർഷൻസ് റിമൂവ് ചെയ്ത് കോർ ഇലക്ട്രോണിക് സബ്ജക്ട്സിൻ്റെ വെയിറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ചേഞ്ച് ഒന്നും ഈ സിലബസിൽ വന്നിട്ടില്ല. അപ്പോൾ സിലബസിൻ്റെ ഡിസ്കഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെയിറ്റേജ് കൂട്ടുമ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളും പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രാറ്റജി വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഓരോ മൊഡ്യൂളും നമ്മളിവിടെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഡിസ്കഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഒരുപോലെ ആയിരിക്കില്ല ഒരു കോമ്പറ്റിറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ചില സബ്ജക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡെപ്തിൽ അനലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ചില സബ്ജക്റ്റ് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അനുസരിച്ച് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, അതിൻ്റെ ഏതൊക്കെ ഏരിയകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ചിലപ്പോൾ ന്യൂമറിക്കൽസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജി ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് കോമ്പറ്റിറ്റീവ് എക്സാമിന് ആ സിലബസ് കവർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ സിലബസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സിലബസിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഓരോ മൊഡ്യൂളും നിങ്ങൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നതാണ് ഈ ഡിസ്കഷനിൽ പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത്. സെഷൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. സിലബസിൻ്റെ ഒരു അനാലിസിസ്, ദെൻ അതിൻ്റെ സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ്, ദെൻ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്, ദെൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഇതാണ് സെഷൻ ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് സിലബസ് ഒന്ന് ക്വിക്കായിട്ട് പരിശോധിക്കാം. ഈ സിലബസിൽ 6 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഈ 6 മൊഡ്യൂളിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോർ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റുകൾ മാത്രമാണ്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. 12 മാർക്കിനാണ് അതിൽ നിന്നും ചോദ്യങ്ങൾ വരിക. രണ്ടാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അതിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. മൂന്നാമത്തെ മൊഡ്യൂൾ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്, 20 മാർക്കിൻ്റെ ചോദ്യം. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് 18 മാർക്കിൻ്റെ. ദെൻ പവർ ഇലക്ട്രോണിക്, ഒപ്റ്റോ ഇലക്ട്രോണിക്, PLC ആൻഡ് മെഷറിംഗ് എക്വിപ്മെൻറ്റ്, 10 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വെയിറ്റേജ്, ഓരോ മൊഡ്യൂളിൻ്റെയും വെയിറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ അതർ സബ്ജക്റ്റുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കോർ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ പഠിക്കുമ്പോൾ നേരത്തെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആവശ്യമാണ്. കുറച്ചുകൂടി ഡെപ്തിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ മാറ്റം ഏറെക്കുറെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബേസിക് ഇലക്ട്രിക്കലും ബേസിക് സിവിലും ബേസിക് മെക്കാനിക്കൽ പോലെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഇനിഷ്യലി തരാതിരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു സിലബസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ബേസിക് മെക്കാനിക്കലിൻ്റെയും ബേസിക് സിവിലിൻ്റെയും ഒക്കെ പോർഷൻസ് നിങ്ങൾക്ക് തരികയുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തത്. ഇനി നിങ്ങളുടെ മറ്റൊരു രീതി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പല സബ്ജക്റ്റുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ്സിലെടുത്തത്. അപ്പോൾ അന്ന് പല കുട്ടികളും നമ്മളോട് സംശയം ചോദിച്ചു, ഇത്രയും ഡെപ്തിൽ നിങ്ങൾ ഈ എടുക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ ഇത്രയും ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, ഈ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊരു ആൻസറായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അന്ന് ഒരു മൊഡ്യൂളിൽ നിന്ന് 5-6 മാർക്കിന് ചോദിച്ചതിന് പകരം ഇന്ന് അതേ മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്ക് 20 മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം.
അപ്പോൾ സ്വാഭാവികമായും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവല് ഇമ്പ്രൂവ് ചെയ്യും, ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്ച്വൽ ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്യും. ദെൻ ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഏരിയയും ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അന്ന് നമ്മൾ ഡെപ്തിൽ കൂടുതൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ESCയുടെയും അതുപോലെ ഗേറ്റിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ആ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ പല ക്ലാസ്സുകളും കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ഒപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മൊഡ്യൂളിനെയും വളരെ ക്വിക്കായിട്ടൊന്ന് പരിശോധിക്കാം. മൊഡ്യൂളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനപ്പുറം എങ്ങനെയാണ് ഓരോ മൊഡ്യൂളിനെയും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂള് എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. 12 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുക. ഈ മൊഡ്യൂൾ വളരെ ക്വിക്കായിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള കുറേ അധികം മിസലേനിയസ് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ മൊഡ്യൂൾ ഫോം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള പോർഷൻസ് ഉണ്ട്, മൊബൈൽ ടെക്നോളജി. ദെൻ മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ നെറ്റ്വർക്കിനകത്ത് പഠിക്കുന്ന ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സർക്യൂട്ട്സിനകത്ത് പഠിക്കുന്ന റെക്ടിഫയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പവർ ഇലക്ട്രോണിക്സിനകത്ത് പഠിക്കുന്ന SMPSനെ പറ്റിയും അതുപോലെ ഇൻവെർട്ടറിനെ പറ്റിയും UPSനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ LED പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദെൻ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ സാധ്യതയുള്ള സ്വിച്ചസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ നിന്നുള്ള മിസലേനിയസ് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന ഈ ഒന്നാമത്തെ മൊഡ്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നെറ്റ്വർക്കിൻ്റെ ബേസിക്സ് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന നിലയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു നഷ്ടമായിട്ട് കരുതണ്ട. കാരണം ആ നോളജ് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അത് നമുക്ക് ഗുണകരമായിട്ട് വരും. അടുത്ത മൊഡ്യൂൾ നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന സബ്ജക്റ്റാണ്. 20 മാർക്കാണ് ഈ സബ്ജക്റ്റിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനകത്ത് തന്നെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, PN ജംഗ്ഷൻ ഡയോഡ്, ദെൻ BJTs, ദെൻ FET എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ കേരള യൂണിവേഴ്സിറ്റിയുടെ KTUവിൻ്റെയോ സിലബസ് പരിശോധിക്കുമ്പോൾ 2 or 3 സെമസ്റ്ററുകളിൽ പഠിക്കുന്ന സബ്ജക്ട്സുകളെ കമ്പൈൻ ചെയ്താണ് ഈ ഇലക്ട്രോണിക് സബ്ജക്ട്സ് എന്ന് പറയുന്ന സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 സെമസ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് 3-4 മാസം കൊണ്ട് നമ്മളിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യത്തക്ക രീതിയിൽ നമുക്കിതിന് കവർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സബ്ജക്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് പഠിക്കണമെങ്കിൽ, ഈ സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് 1 year എങ്കിലും ആവശ്യമായിട്ട് വരും. പക്ഷെ നമുക്ക് അത്രയും സമയമില്ല. നമ്മുടെ ആവശ്യവും അതല്ല. കോമ്പറ്റേറ്റീവ് എക്സാമിന് മാക്സിമം മാർക്ക് 20 മാർക്കാണ് ഈ മൊഡ്യൂളിൽ നിന്നുള്ളത്. അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ഡെറിവേഷൻസിലേക്കൊന്നും പോയിട്ടില്ല. കാരണം ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യം കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കില്ല. പകരം ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഇക്വേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക. ആ ഇക്വേഷൻസിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകുക. ഡിഫറെൻറ്റ് ടേംസ് എന്തൊക്കെയാണ് ഇക്വേഷൻസിലുള്ളത്, ദെൻ ആ ഇക്വേഷൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ന്യൂമറിക്കൽസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരത്തക്ക രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് അതിൻ്റെ സ്ക്രാച്ചിൽ നിന്നുള്ള ഡിസ്കഷനിലേക്ക് പോയാൽ ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് ഈ സബ്ജക്റ്റ് കവർ ചെയ്യാൻ കഴിയില്ല. എപ്പോഴും നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഉദ്ദേശം എന്തിലാണ് എന്നുള്ളതിലായിരിക്കണം. ഇവിടെ നമുക്ക് ഉദ്ദേശം എന്താണ്? മാക്സിമം മാർക്ക് ഈ സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്യുക ലിമിറ്റഡ് ടൈമിനുള്ളിൽ. അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ന്യൂമറിക്കൽസിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും
അതിൽ ഡെറിവേഷൻസിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇക്വേഷൻസിലും ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ ഡിഫറെൻറ്റ് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാം എന്നതിലുമാണ്. ഇനി നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ തന്നിരിക്കുന്ന ന്യൂമറിക്കൽസ് പരിശോധിക്കുകയാണെങ്കിൽ ആ ന്യൂമറിക്കൽസ് എല്ലാം തന്നെ ഒരു ലെവൽ 2 ന്യൂമറിക്കൽസ് ആണ്, അല്ലെങ്കിൽ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതായത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷനും ഗേറ്റ് എക്സാമിനേഷനും ഒക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ലെവൽ 1 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, അത് ഗ്രാജുവലി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലെവൽ 2 ക്വസ്റ്റ്യൻസിലാണ്. കാരണം നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ലെവൽ 1 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ലെവൽ 2 ക്വസ്റ്റ്യൻസിലേക്ക് പോയത്? അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പോളിയുടെ എക്സാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, ലെവൽ 1 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ സോൾവ് ചെയ്തത് ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ആ എക്സാമിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 years, അല്ലെങ്കിൽ 2021 എക്സാം, ഓൾമോസ്റ്റ് 4.5 years കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ PSCയുടെ എക്സാം ലെവല് വളരെയധികം മാറിയിട്ടുണ്ട്. ഒപ്പം ഇവിടെ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ പോലെയല്ല, ഈ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് 20 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, എല്ലാ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഒപ്പം മാക്സിമം കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സബ്ജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ പരമാവധി ക്വസ്റ്റ്യൻസ് ഈ സബ്ജക്റ്റിൽ നിന്ന് സോൾവ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗേറ്റ് എക്സാം ഒക്കെ പരിശോധിച്ചാലും അറിയാം, ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ വി നീഡ് പ്രാക്ടീസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് അത് നമ്മൾ ആദ്യം ലെവൽ 2 ക്വസ്റ്റ്യൻസിൽ തുടങ്ങി, ഇനി നിങ്ങളിലേക്ക് ലെവൽ 1 ക്വസ്റ്റ്യൻസിലേക്ക് എത്തും. അപ്പോൾ ലെവൽ 1 ക്വസ്റ്റ്യൻസ് എത്തുമ്പോൾ നിങ്ങൾ ലെവൽ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വന്നവരായതുകൊണ്ട് വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ലെവൽ 1 ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഒരേ അപ്രോച്ച് അല്ല ഫോളോ ചെയ്യുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന സബ്ജക്റ്റിന് നമ്മൾ ഇൻറ്റൻഷനലി ഈ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്തേക്കുന്നത്. നമ്മുടെ അടുത്ത മൊഡ്യൂൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 3 ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഇതും സർക്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് തന്നെയാണ്. ലീനിയർ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ഇതിൻ്റെ വെയിറ്റേജ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതും 20 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാണ്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിന് എന്ത് അപ്രോച്ചാണോ ഫോളോ ചെയ്തത് അതേ അപ്രോച്ചിൽ തന്നെ മാക്സിമം ലെവൽ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ദെൻ ഗ്രാജുവലി ലെവൽ 1 ക്വസ്റ്റ്യൻസിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ അല്ലെങ്കിൽ ന്യൂമറിക്കൽസിലൂടെ കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചായിരിക്കും ഈ സബ്ജക്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ഡെറിവേഷൻ, അതിൻ്റെ കോൺസെപ്ച്വൽ അനാലിസിസ് എന്നൊക്കെയുള്ള രീതിയിൽ പോകണമെങ്കിൽ അതിന് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മുടെ ഫോക്കസ് മാക്സിമം മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഈ സബ്ജക്റ്റിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഈ മൊഡ്യൂൾ 4 നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 4 എന്താണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മൾ നോർമലി S3യിൽ പഠിക്കുന്ന സബ്ജക്റ്റാണ്. LCD എന്ന പേരിൽ S3യിൽ പഠിക്കുന്ന സബ്ജക്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റാണ്. സോ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോകാം. കാരണം ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയാൽ തന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രാക്ടീസ് ഓഫ് കോഴ്സ് വേണം, പക്ഷേ അനലോഗ് സർക്യൂട്ട്സ് പോലെ അല്ലെങ്കിൽ LIC പോലെ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ പോർഷനിൽ നിന്നും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. കാരണം അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ എളുപ്പമുള്ള സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് ആയിരിക്കില്ല ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒപ്പം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്റ്റാണ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഈ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ നമുക്കൊരു പെരിഫറൽ അപ്രോച്ച് മതിയാകും. അതിൻ്റെ ആർക്കിടെക്ചർ എന്താണ്, ഡിഫറെൻറ്റ് പിന്നുകൾ ഏതൊക്കെയാണ്, ദെൻ അതിൻ്റെ അഡ്രസ്സിംഗ് മോഡ്സ് ഏതൊക്കെയാണ്, ബേസിക് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്, അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉപയോഗിച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഈ ഒരു രീതിയിലുള്ള അപ്രോച്ച് അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസ് ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെയും പർപ്പസ് എന്താണ്, അതിലെ പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് തുടങ്ങിയ രീതിയിലുള്ള ഒരു പെരിഫറൽ ലെവൽ അപ്രോച്ചിൽ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സും. മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ബേസിക്സ് എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
സോ അടുത്ത മൊഡ്യൂൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് ഇപ്പോൾ പറഞ്ഞ 3 മൊഡ്യൂൾസിനെ അപേക്ഷിച്ച് 2 മാർക്കിൻ്റെ വെയിറ്റേജ് കുറവാണ്. 18 മാർക്സ് ആണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാക്സിമം ന്യൂമറിക്കൽസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അനലോഗ് കമ്മ്യൂണിക്കേഷനിലും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ കുറച്ചുകൂടി ന്യൂമറിക്കൽസിനേക്കാൾ കൂടുതൽ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ സെഷൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ കുറച്ച് മിസലേനിയസ് ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പോളിയുടെ എക്സാമൊക്കെ പരിശോധിച്ചാൽ TV മുതലായ പോർഷനിൽ നിന്നൊക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ പോളിയുടെ എക്സാം പരിശോധിച്ചാൽ മതി. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. സോ അങ്ങനെ തിയററ്റിക്കൽ പോർഷൻസ് കുറേ അധികം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ TV അല്ലെങ്കിൽ സാറ്റലൈറ്റ്, ദെൻ മൈക്രോവേവ് ഡിവൈസസ്, ദെൻ റഡാർ, ഈ ഭാഗങ്ങളിലൊക്കെ ഒരു പെരിഫറലായ അപ്രോച്ചും നമ്മുടെ കോർ പാർട്ടായിട്ടുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലും അനലോഗ് കമ്മ്യൂണിക്കേഷനിലും മോഡുലേഷൻ ടെക്നിക്സിലൊക്കെ കുറച്ചുകൂടി ഇൻ ഡെപ്തിലുള്ള ഒരു അനാലിസിസും ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത മൊഡ്യൂൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 6ാമത്തെ മൊഡ്യൂൾ പവർ ഇലക്ട്രോണിക്, ഒപ്റ്റോ ഇലക്ട്രോണിക്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ്. ഇതാണ് 6ാമത്തെ മൊഡ്യൂൾ. ഇതിലെ ആദ്യത്തെ ഭാഗം പൂർണ്ണമായിട്ടും പവർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ ഭാഗം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചധികം മിസലേനിയസ് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതായത് മെഷർമെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ 2ാമത്തെ സെക്ഷനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പെരിഫറൽ അപ്രോച്ച് മതിയാവും. ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആവശ്യം. ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഇതിൻ്റെ കണ്ടന്റ് ഓർഗനൈസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസിനകത്ത് എന്തുണ്ട് എന്നതിനപ്പുറം ഏത് രീതിയിൽ ഓരോ ഭാഗത്തെയും അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസ്കഷൻ കൊണ്ട് മാക്സിമം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ ഏത് രീതിയിൽ വേണം? ഓഫ് കോഴ്സ് ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞ പോളിടെക്നിക്കിൽ ഉള്ളതുപോലെ പോരാ. കാരണം വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് ഇരട്ടിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടി ഇൻ ഡെപ്ത് പ്രിപ്പറേഷൻ വേണം. ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസിലുള്ള ഓരോ സബ്ജക്ട്സിൻ്റെയും ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്യണം. ദെൻ സബ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓരോ ഭാഗത്തു നിന്നും ബിൽഡ് ചെയ്യണം. ദെൻ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഈ സെയിം എക്സാമിൻ്റെയും അതുപോലെ ഇതേ ഫോമാറ്റിൽ നടന്നു വരുന്ന മറ്റ് എക്സാമുകളുടെയും, ഗേറ്റ്, ESC അല്ലെങ്കിൽ ISRO ഇങ്ങനെയൊക്കെയുള്ള എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ പരിശോധിക്കുക. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഏരിയയിൽ നിന്നും ചോദിക്കുന്നത്? കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണോ, അതോ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ, അതോ ജസ്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതർ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ നിങ്ങൾ അലൈൻ ചെയ്യണം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെപ്തിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതിൽ തന്നെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ചിലപ്പോൾ ഡെപ്തിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? PYQസിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഓരോ ഏരിയയിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെ അനലൈസ് ചെയ്യും? PYQസിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്യും. ദെൻ ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വന്തമായിട്ട് ഫോമുലേറ്റ് ചെയ്യണം. ആ ഫോമുലേഷനിലൂടെയൊക്കെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പരമാവധി ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. നമ്മുടെ സ്റ്റഡി ഫ്ലോ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് സ്റ്റഡി പ്ലാൻ മുതൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്റ്റഡി ഫ്ലോ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. കോംപ്രിഹെൻസീവ് സിലബസ് കവറേജ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസും അതുപോലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും ഒക്കെ പല സബ്ജക്റ്റിനും ആവശ്യമായതുകൊണ്ട് അതൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം പോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? 3 ലെവൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൺസിസ്റ്റിംഗ് ഓഫ് ഗേറ്റ്, ESC, RRB, SSC, KPSC ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ഗേറ്റ്, ESC, RRB, SSC, KPSC, കേരള PSC ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കഷനിലൂടെയാണ് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുക, എത്ര
കോൺസെപ്റ്റുവൽ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തത് ടെസ്റ്റ് സീരീസ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാം, നമുക്ക് കോൺസെപ്ച്വലി വളരെ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആർജിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുന്നത്? പ്രാക്ടീസിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് പാക്കേജ് ആയിട്ട് തന്നെ ടെസ്റ്റ് പാക്കേജ് പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ടോപ്പിക് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുന്നത്. ദെൻ ഈ ഒരു ലെവലും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പ്രോബ്ലം സോൾവിങ് ഇൻ LTF പാറ്റേൺ. LTF പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക് ടൈപ്പ് ഫോർമുല ബേസ്ഡ് പാറ്റേൺസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തിങ്കിങ് കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് കാരണം എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ്? നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് മിനിമം ടൈമിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റും, നമ്മുടെ റാങ്ക് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു സ്റ്റഡി ഫ്ലോ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യകാലം മുതൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ രീതിയിൽ തന്നെയാണ് നമ്മുടെ കോഴ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഇനി വരുന്ന സമയം മാക്സിമം എഫക്റ്റീവായിട്ട് ഓരോ സബ്ജക്റ്റിനും ആ സബ്ജക്റ്റ് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഏത് ലെവൽ ഓഫ് പ്രിപ്പറേഷനാണ് അതിന് ആവശ്യമുള്ളത്, എത്ര ടൈം കൊണ്ട് അത് പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി, എല്ലാ സബ്ജക്റ്റിനും ഒരേ സ്ട്രാറ്റജി ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സബ്ജക്റ്റിന് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് മാക്സിമം എഫക്റ്റീവായിട്ട് സിലബസ് കവർ ചെയ്ത് മാക്സിമം മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. ഓൾ ദ ബെസ്റ്റ്.